എറണാകുളത്ത് വിദ്യാർത്ഥിനി കായലിൽ വീണതായി സംശയം. ഫിദ എന്ന +1 വിദ്യാർത്ഥിനിയാണ് കാണാതായത്. തിരച്ചിൽ തുടരുന്നു. വിവരങ്ങളുമായി പ്രദീപ് ജോസഫ് ചേരുന്നു. പ്രദീപ് ജോസഫ്, ഈ ഏതു ഭാഗത്ത് വെച്ചാണ് ഈ പെൺകുട്ടിയെ കായലിൽ വീണതായി സംശയം തോന്നിയത്? ഇത് ആരെങ്കിലും കണ്ടിരുന്നോ? കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? എറണാകുളത്തിനടുത്ത് നെട്ടൂരിനും മാടവനയ്ക്കും മധ്യേ കായലിൽ വീണ് പെൺകുട്ടിയെ കാണാതായി എന്നാണ് കരുതുന്നത്. രാവിലെ ഏതാണ്ട് 6:30 മണി മുതലാണ് പെൺകുട്ടിയെ കാണാതായത്. വീട്ടിലെ വേസ്റ്റ് കായലിന്റെ ഭാഗത്തേക്ക് മാറ്റിയിടുന്നതിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് എന്ന് പറയപ്പെടുന്നു. തിരിച്ചെത്തിയില്ല. ഇതേ തുടർന്നാണ് കായലിൽ വീണു എന്ന് സംശയം തോന്നി തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫയർഫോഴ്സും ഒപ്പം സ്കൂബ ടീമും തെരച്ചിലിന് നേതൃത്വം നൽകുന്നു. കൂടാതെ ചെറുവള്ളങ്ങളിൽ നാട്ടുകാരും തെരച്ചിൽ നടത്തുന്നുണ്ട്. നിലമ്പൂർ സ്വദേശികളാണ് ഇവരുടെ കുടുംബം. ഫിദ എന്ന +1 വിദ്യാർത്ഥിനിയാണ് കാണാതായിരിക്കുന്നത്. പനങ്ങാട് സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയാണ് ഫിദ. യഥാർത്ഥത്തിൽ നിലമ്പൂർ സ്വദേശികളാണ് ഇവരുടെ കുടുംബം. നാളുകളായി ഈ മേഖലയിൽ താമസിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ. 6:30 മണിയോടുകൂടിയാണ് കാണാതായത് എന്നാണ് വീട്ടുകാർ പറയുന്നത്. കുറച്ചു സമയം മുൻപാണ് ഇത് സംബന്ധിച്ച് പുറം ലോകം കാര്യങ്ങൾ അറിയുന്നതും തെരച്ചിലും മറ്റും തുടങ്ങിയിരുന്നതും. കൂടുതൽ ഫയർഫോഴ്സ് സംഘങ്ങളും ഒപ്പം സ്കൂബ ടീമും തെരച്ചിലിന് വൈകാതെ സ്ഥലത്ത് എത്തിച്ചേരും. ഈ ഏത് യൂണിറ്റിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘമാണ് ഇപ്പോൾ സ്ഥലത്ത് ഉള്ളത്? ആരാണ് നേതൃത്വം നൽകുന്നത് തെരച്ചിലിന്? പ്രദീപ്, എറണാകുളത്ത് നിന്നുള്ള ഫയർഫോഴ്സ് സംഘമാണ് നേതൃത്വം നൽകുന്നത്. ഫയർഫോഴ്സിലെ തന്നെ സ്കൂബ ടീമുകൾ ഡിങ്കികളും മറ്റുമായി തെരച്ചിൽ നടത്തുന്നുണ്ട്. കായലിൽ സാമാന്യം ഒഴുക്കുള്ള പ്രദേശം കൂടിയാണ് ഇത്. മാത്രവുമല്ല, കായലിൽ വീണതാണ് എന്നുള്ള സംശയത്തിൽ തന്നെയാണ് തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിന് ശേഷം എത്ര സമയം കഴിഞ്ഞാണ് ഇക്കാര്യം പുറത്തറിഞ്ഞത് എന്നത് സംബന്ധിച്ച് വ്യക്തമായൊരു വിവരം കിട്ടിയിട്ടുമില്ല. അതുകൊണ്ട് മാത്രമല്ല, ഏത് ഭാഗത്താണ് വീണത് എന്നും കൃത്യമായി പറയാനാവുന്നില്ല. കാരണം ഇതിന് ദൃക്സാക്ഷികളായി ആരുമില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതാണ്ട് 3 മണിക്കൂറോളമായിട്ടും കുട്ടിയെക്കുറിച്ച് വിവരമൊന്നും കിട്ടാത്തതിനെ തുടർന്നാണ് കായലിൽ വീണിട്ടുണ്ടാകാം എന്നുള്ള സംശയത്തെ തുടർന്ന് വിപുലമായ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഏത് സാഹചര്യത്തിലാണ് കായലിൽ വീണതായി ഒരു സംശയം ഉടലെടുക്കാൻ ഉണ്ടായത്? രാവിലെ ഏതാണ്ട് 6:30 മണിയോടുകൂടിയാണ് വീട്ടിലെ ഭക്ഷണാവശിഷ്ടങ്ങളും മറ്റും കായലിന്റെ അടുത്ത് നിക്ഷേപിക്കുന്നതിന് വേണ്ടി ഈ കുട്ടി പുറത്തേക്ക് പോയത്. പുറത്തേക്ക് പോയ കുട്ടി ഏറെ നേരമായിട്ടും തിരിച്ചെത്തിയില്ല. ഇതേ തുടർന്ന് എന്ത് പറ്റി എന്ന് അന്വേഷിക്കുമ്പോഴാണ് ഇത്തരത്തിൽ കായലിൽ വീണതായിരിക്കുമോ എന്നുള്ള ഒരു സംശയം ഉയർന്നിരിക്കുന്നത്. അതല്ലെങ്കിൽ സ്വാഭാവികമായും വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചെത്തേണ്ടതാണ്. ഇനിയും തിരിച്ചെത്താത്ത സാഹചര്യത്തിലാണ് വിപുലമായ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കായലിന്റെ തൊട്ടടുത്ത് തന്നെയാണ്, ചേർന്ന് തന്നെയാണ് വീട് എന്ന് മനസ്സിലാക്കുന്നു. ഈ കാലങ്ങളായി നിലമ്പൂർ സ്വദേശികളാണെങ്കിൽ പോലും ഈ മേഖലയിൽ താമസിക്കുന്ന ആളെന്നുള്ള നിലയിൽ നീന്തൽ വശമില്ലായിരുന്നിരിക്കണം എന്നും കരുതുകയാണ്. അതെ, മാത്രവുമല്ല, ഒരുപക്ഷെ വേസ്റ്റ് എറിഞ്ഞതിന് ശേഷം തിരികെ വരുമ്പോഴോ, വേസ്റ്റ് കളഞ്ഞതിന് ശേഷം തിരികെ വരുമ്പോഴോ, അല്ലെങ്കിൽ അത് എവിടെയെങ്കിലും നിക്ഷേപിക്കുന്നതിന് വേണ്ടി അവിടേക്ക് പോകുമ്പോഴോ ആയിരിക്കാം അപകടമുണ്ടായത്. കാൽ തെന്നി വീണതോ മറ്റോ ആയിരിക്കാം. അതല്ലെങ്കിൽ പാത്രം കഴുകുന്നതിന് വേണ്ടി ശ്രമിച്ചപ്പോഴോ അങ്ങനെ എന്തെങ്കിലുമാണോ? അത്തരം കാര്യങ്ങളൊന്നും വ്യക്തമല്ല. മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇതിനൊരു ദൃക്സാക്ഷി ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളില്ല. എന്തായിരുന്നാലും ഏതാണ്ടൊരു 2.5 മണിക്കൂർ മുൻപ് ഇത്തരത്തിൽ വേസ്റ്റ് കളയുന്നതിന് വേണ്ടി പുറത്തേക്ക് പോയ പെൺകുട്ടി ഇനിയും തിരിച്ചെത്തിയിട്ടില്ല. അതുകൊണ്ടാണ് തെരച്ചിൽ നടത്തുന്നത്. ഏതാണ്ട് 7:30 മണിയോടുകൂടിയാണ് തെരച്ചിൽ തുടങ്ങിയിരിക്കുന്നത്. ഇന്ന് സ്കൂളിൽ പോകേണ്ട കുട്ടി കൂടിയാണെന്ന് നമുക്കറിയാം. +1 വിദ്യാർത്ഥിനിയാണ്. നെട്ടൂരിനടുത്ത് പനങ്ങാട് സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയാണ്. മറ്റ് കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ. ഈ കുടുംബവുമായി ബന്ധപ്പെട്ടോ, വീട്ടിൽ ആരൊക്കെ ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ഒന്നും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടാവില്ലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രദീപ് ജോസഫ്, അതെ മതി, കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ. നിലമ്പൂരിൽ നിന്ന് എത്തി ഇവിടെ താമസിക്കുന്നവരാണ് എന്ന് മാത്രമാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. നിലവിൽ തെരച്ചിലിന് തന്നെയാണ് മുൻഗണന നൽകിക്കൊണ്ടിരിക്കുന്നത്. മുൻപ് പറഞ്ഞതുപോലെ ഫയർഫോഴ്സും സ്കൂബ സംഘവും ഡൈവർമാരും ഒക്കെ പ്രദേശത്ത് തെരച്ചിൽ നടത്തുന്നുണ്ട്. കൂടാതെ ചെറു വള്ളങ്ങളിൽ നാട്ടുകാരും മത്സ്യത്തൊഴിലാളികളും ഉൾപ്പെടെയുള്ളവർ തെരച്ചിൽ നടത്തുന്നുമുണ്ട്. ഈ ചെറു സംഘങ്ങൾ എന്ന് പറയുമ്പോൾ സ്കൂബ ഡൈവിംഗുകാരൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ആ സ്ഥലത്തേക്ക് എത്തിയതും ഒരു ആശ്വാസമാണ്. പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളിൽ ഒരു അന്വേഷണം, തെരച്ചിൽ നടത്താൻ സാധിക്കുന്നു എന്നറിയുന്നതും ആശ്വാസകരമാണ്. അപ്പോഴും പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന ആശങ്ക തുടരുകയാണ്, അല്ലേ പ്രദീപ് ജോസഫ്? അതെ, തീർച്ചയായിട്ടും. ഒരു 2 മണിക്കൂറിലധികമായി തെരച്ചിൽ നടക്കുന്നു. നാളുകളായി ഇവിടെ താമസിക്കുന്ന ഒരു കുട്ടി എന്നുള്ള നിലയ്ക്ക് സ്വാഭാവികമായും ഈ പ്രദേശത്തെ കുറിച്ചും കാലിനെ കുറിച്ചും ഒക്കെ അറിവുള്ളതാണ്. കാൽ വഴുതി വീണതായിരിക്കാം എന്നുള്ള ഒരു സംശയത്തിലാണ് തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, അത് രാവിലെ ആയതുകൊണ്ട് തന്നെ
തൊട്ടടുത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാട്ടുകാർക്കും തൊട്ടടുത്തുള്ള ആളുകൾക്കുമൊക്കെ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. പ്രാഥമികമായി ഒപ്പമുള്ള ആളുകളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ് അവർ കൈമാറിയിരിക്കുന്നത്. എന്തായിരുന്നാലും ഇത്തരത്തിൽ പെൺകുട്ടിയെ കാണാതായ വിവരം അറിഞ്ഞ ഉടൻ തന്നെ കായലിൽ വീണതാണോ എന്നുള്ള സംശയം തോന്നിയ ഉടൻ തന്നെ അക്കാര്യം അധികൃതരെ അറിയിച്ചു. ഫയർഫോഴ്സും സ്കൂബ സംഘവും നാട്ടുകാരും ഒക്കെ എത്തി തെരച്ചിൽ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. കായലിനടുത്താണ് താമസിക്കുന്നത് എങ്കിൽ തന്നെ കായലിൽ വീണതാണ് എങ്കിൽ നീന്തൽ വശം ഉണ്ടായിരിക്കണം എന്നില്ല. മാത്രമല്ല കായലിലെ ആഴം കൂടിയതും കുറഞ്ഞതുമായ ഭാഗമുണ്ട്, ഒഴുക്കുള്ള സമയമുണ്ട്, ചെളി ഉണ്ടായിരിക്കാം. അതൊക്കെ എങ്ങനെയാണെന്ന് നിലവിലത്തെ സാഹചര്യത്തിൽ വ്യക്തമല്ല. എന്തായിരുന്നാലും ഊർജിതമായി തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആശ്വാസകരമായ ഒരു കാര്യം. അതെ, തീർച്ചയായും അതൊരു ആശ്വാസകരമായ കാര്യമാണ്. ഉടൻ തന്നെ ഈ സംഘങ്ങളൊക്കെ അവിടെ എത്തുകയും തിരച്ചിലിൽ ഏർപ്പെടുകയും ചെയ്യുന്നു എന്നത്. പക്ഷെ അപ്പോഴും ഈ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നത് സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ ലഭ്യമാകുന്നില്ല. ചുരുങ്ങിയ സമയം മാത്രമേ ആയിട്ടുള്ളൂ. ആ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെയാണ് ഇപ്പോൾ ഈ തെരച്ചിൽ നടക്കുന്നത് എന്നാണ് പ്രദീപ് ജോസഫ് നൽകുന്ന വിവരം. പ്രദീപ്, ഈ ഫയർഫോഴ്സ് സംഘവും ഉടൻ തന്നെ അവിടെ എത്തിയിട്ടുണ്ടാവണം അല്ലെ, സംഭവം അറിഞ്ഞ ഉടൻ തന്നെ? ഇത്തരത്തിൽ ഒരു സംശയം തോന്നിയ ഉടൻ തന്നെ അക്കാര്യം പോലീസിൽ അറിയിച്ചു, ഫയർഫോഴ്സിൽ അറിയിച്ചു. വൈകാതെ തന്നെ എത്തിച്ചേരാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഫയർഫോഴ്സ് സംഘം എത്തുകയുമുണ്ടായി. ഫയർഫോഴ്സ് എത്തിച്ചേരും മുൻപ് തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രാദേശികമായി തെരച്ചിൽ തുടങ്ങിയിരുന്നു. കായലിനോട് ചേർന്നുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ വള്ളങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ല. മാത്രമല്ല മത്സ്യത്തൊഴിലാളികളും ഒക്കെ ഉള്ള ഒരു പ്രദേശമാണ്. നാട്ടുകാർക്കാണെങ്കിൽ തന്നെ കായലിനെ അറിയാവുന്ന അല്ലെങ്കിൽ നീന്തൽ അറിയാവുന്ന ആളുകളാണ്. കുട്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഏറെ നേരം കഴിഞ്ഞിട്ടും തിരിച്ചെത്താതെ വന്ന സാഹചര്യത്തിലാണ് കായലിൽ വീണതായിരിക്കുമോ എന്നുള്ള ഒരു ആശങ്ക ഉയർന്നത്. കാരണം മറ്റെവിടേക്കും പോകേണ്ട സാഹചര്യമില്ല എന്ന് തന്നെ ഒപ്പമുള്ള ആളുകൾ പറയുന്നു. മാത്രമല്ല രാവിലെ ഏതാണ്ട് 6:30 മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ വേസ്റ്റ് ഒക്കെ മാറ്റി കളയുന്നതിന് വേണ്ടി ഈ കായലിന്റെ പ്രദേശത്തേക്ക് പോയത്. അതിനിടെ എവിടെയെങ്കിലും കാൽവഴുതി വീഴുകയോ ഇല്ലെങ്കിൽ ചെളിയിൽ താഴുകയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം ഉണ്ടായിരിക്കുന്നത് കരുതുന്നു. ഈ വീണ് എന്ന് കരുതുന്ന പ്രദേശം കേന്ദ്രീകരിച്ച് തന്നെയാണ് തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തദ്ദേശീയരായ ആളുകളുണ്ട്, മത്സ്യത്തൊഴിലാളികളുണ്ട്. അവർക്കൊക്കെ കായലിനെ കുറിച്ച് കൂടുതൽ കൃത്യമായ ഏതാണ്ട് വിവരമുണ്ട് അല്ലെങ്കിൽ ധാരണയുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ തെരച്ചിൽ ഊർജിതമായി മുന്നേറുകയും ചെയ്യുന്നു. ശരി, കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നവർക്ക് പ്രദീപിലേക്ക് മടങ്ങി വരാം. പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. നെട്ടൂരിലാണ് +1 വിദ്യാർത്ഥിനിയെ വെള്ളത്തിൽ വീണതായി സംശയിക്കുന്നത്, കായലിൽ വീണതായി. രാവിലെ ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ കളയാനായി ഇറങ്ങിയ സമയത്തായിരുന്നു കാൽവഴുതി കായലിൽ വീണതായിരിക്കാം എന്നാണ് കരുതുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. ഏതായാലും പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ്. അഗ്നിരക്ഷാസേനയുടെയും സ്കൂബ ഡൈവർമാരുടെയും പ്രദേശവാസികളായ മത്സ്യ തൊഴിലാളികളുടെയും ഒക്കെ സാന്നിധ്യത്തിലാണ് അവിടെ തെരച്ചിൽ നടക്കുന്നതെന്നാണ് പ്രദീപ് ജോസഫ് റിപ്പോർട്ട് ചെയ്യുന്നത്.